ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെ സ്നാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്ത് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ അതായത് ഫാമിലി ആയിട്ട് കുറേ പേര് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേഴ്സുമാരായിട്ടുള്ളവരുടെ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്ന പോലെ 1-2 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ അത് ചെറിയ കുട്ടികളാകാം, അതുപോലെ തന്നെ ചെറിയ സ്റ്റാൻഡേർഡ്സിൽ പഠിക്കുന്ന കുട്ടികളാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഡെൻമാർക്കിലോട്ട് വരുമ്പം അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനുള്ള പേയ്മെൻറ്റ് അതിന് ഫ്രീ ആണോ, നമ്മൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൽ നമുക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ബിനോയ് ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ അവർ വരുമ്പോൾ ചെയ്യുന്നതിനെ പറ്റി, ജോബിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും, സ്പൗസസിൽ, പിന്നെ കുട്ടികളായിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടുത്തെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇമിഗ്രേഷൻ ആയിട്ട് വരുന്ന ഒരു വിസയിൽ വരുമ്പം ഫാമിലി എന്ന് പറയുന്ന ഡിപ്പെൻഡ് വിസ കിട്ടുമെങ്കിൽ പോലും ആദ്യം ഒരാൾ വന്നൊരു 6 months ഒക്കെ ആയി കഴിഞ്ഞിട്ട് മറ്റൊരു കൊണ്ടുവരുന്നതാണ് എപ്പോഴും നമ്മുടെ ഒരു മെൻ്റൽ റിലീഫിന് നല്ലത്. ഒരാൾ വന്ന് സെറ്റിലായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ആൾ വരുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പം നേഴ്സുമാർ വരുന്നത് മോസ്റ്റ്ലി ഇപ്പം നമ്മൾ പെൺകുട്ടികളായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടികൾ വരുമ്പം ചിലപ്പോൾ അത്രമാത്രം ഈ ഒരു കുറേ ഡിപ്പെൻഡൻസിയോടുകൂടിയുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അവർ തന്നെ വന്നാൽ സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ നിൽക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന കേസുകളിൽ അവർ വരുന്നത് പ്രശ്നമല്ല. പക്ഷെ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമ്പം നോർമലി ഇപ്പം ജസ്റ്റിന് അറിയാമല്ലോ, ജസ്റ്റിന് താമസിക്കുന്ന ഒരു ചെറിയ റൂമിന് തന്നെ ഒരു 9,000 ക്രോണറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം രൂപ അത്രയും പൈസയാവും. അപ്പം നമ്മൊന്ന് ഇമാജിൻ ചെയ്യാം, നമുക്ക് നാട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അതൊരു ജസ്റ്റിൻ താമസിക്കുന്ന ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. സെൻട്രൽ ഏരിയ ആയതുകൊണ്ട് മറ്റു ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി റെന്റ് കുറയും. ഹൗവർ ഒരു ഫാമിലി വരുമ്പം അറ്റ്ലീസ്റ്റ് ഇനി വൈഫ് ആൻഡ് ഹസ്ബൻഡ് മാത്രമാണെങ്കിലും ഒരു ബെഡ്റൂം വേണം, ഒരു ഹാള് വേണം. അപ്പോൾ ഒരു ഉണ്ട്, നിയമങ്ങളുണ്ട് ഇത്ര സ്ക്വയർ മീറ്റർ എന്നുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്തിട്ട് നമ്മൾ പിന്നെ താമസിക്കാൻ പോകുമ്പം നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ സിംഗിളായിട്ട് വരുവാണെങ്കിൽ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഷെയറിംഗ് റൂമിൽ ഷെയറിംഗ് അക്കോമഡേഷൻ കിട്ടും. ഒരു റൂം എടുക്കുക. അപ്പോൾ ഒരു റൂം എടുത്ത് അവർ താമസിക്കുമ്പോൾ അവർക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3,000-4,000 ക്രോണറൊക്കെ റെന്റിൽ നിൽക്കും. പിന്നെ അവരുടെ ഫുഡ് എക്സ്പെൻസ്, ഇതൊക്കെ ചിലപ്പോൾ ഇവർക്കൊരു പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളിപ്പം കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ലെവലിൽ പിള്ളേർക്ക് ഫീസ് അടയ്ക്കണം. ഇവിടെ എപ്പം മുതൽ, ഏത് ഏജ് മുതൽ നമുക്ക് 6 months മുതൽ പിള്ളേരെ ഡേ കെയറിൽ വിടും. 6 months അതിന് ബോണുഹാവൻ എന്ന് പറയും. അത് പെയ്ഡ് അതെങ്ങനെയാണ്? അല്ല, ബോണുഹാവന് മുമ്പും ഒരു ടേം ഉണ്ടല്ലോ, ഓഗസ്റ്റ് കഴിഞ്ഞ് ബോണുഹാവൻ. ഓഗസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ 6 months മുതൽ എനിക്ക് വന്നത് 3 years വരെ. 3 years വരെ ഓഗസ്റ്റ് പോകും. അവിടെ ഫീസ് കൂടുതലാണ്. കാരണം വെച്ചാൽ കുഞ്ഞു പിള്ളേരെ കെയർ ചെയ്യാനുള്ള അപ്പം ഫുഡും കാര്യങ്ങളെല്ലാം അവർ തന്നെ കൊടുക്കും. അപ്പം അത് ഫീസ് എന്ന് പറയുന്നത് അത് ഓരോ കമ്മ്യൂണാണ്. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി പോലെ അല്ലെങ്കിൽ കോർപ്പറേഷൻ പോലെ നീണ്ടിക്കാം, ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ളതാണ്. അപ്പം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഫീസ്. അപ്പോൾ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ പേരന്റിന്റെ സാലറി അനുസരിച്ച് ആ ഫീസിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു 50,000 ക്രോണർ മന്ത്ലി സാലറി ഉള്ള ഒരാൾക്കും 20,000 ക്രോണർ ഉള്ള ആൾക്കും സെയിം സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് പിള്ളേർക്ക് കിട്ടുന്നതെങ്കിൽ പോലും, ട്രീറ്റ്മെന്റ് മീൻസ് ഞാൻ അവിടുത്തെ കാര്യം ഉദ്ദേശിച്ചു കേട്ടോ, അവിടുത്തെ കെയർ, ആ കെയറും കാര്യങ്ങളെല്ലാം സെയിം ലെവലിലാണെങ്കിൽ പോലും ഇവർക്ക് 2 ഡിഫറെന്റ് ഫീസ് ആയിരിക്കും. പേരന്റ്സിന്റെ സാലറി അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും മിനിമം ഒരു 3,000 ക്രോണർ അല്ലെങ്കിൽ ഒരു 2,500 ക്രോണർ മേലിലോട്ട് ഇവർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും എന്തായാലും. 3,000 മന്ത്ലി ആണോ? മന്ത്ലി. അത് ചെറിയ പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഈ ഓഗസ്റ്റ് 1 വരെയുള്ളത്. ഓഗസ്റ്റ് 1 3 years കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 1 മാറി ബോണുഹാവൻ എന്നൊരു സ്റ്റാറ്റസ് വരും. ആ ബോണുഹാവനിലോട്ട് പോകുമ്പം ഇവർക്ക് ഇച്ചിരി ഫീസ് കുറയും, കാരണം ഇച്ചിരി വലിയ പിള്ളേരായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂളിംഗ് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആണ്. സ്കൂൾ എഡ്യൂക്കേഷൻ 6 years എന്ന് വേണമെങ്കിൽ പറയാം. 5+6 years ആണ് ഇവിടെ സ്കൂൾ 1ാം ക്ലാസ് എന്നുള്ള ലെവലിൽ പോകുന്നത്. ആ സമയത്ത് പിള്ളേർക്ക് സ്കൂളിലെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്കൂളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളോ പ്രിഫർ ചെയ്യാതിരുന്നത്, ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഫ്രീ ആണ്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ഇപ്പോൾ ഒരു 2nd സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് നമ്മുടെ സിലബസ് വേറെ ആയിരിക്കുമല്ലോ. അവരെ ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിൽ ആ ലെവലിലുള്ള പിള്ളേർ ഇപ്പം ഇന്റർനാഷണൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ ഫീസ് അടയ്ക്കണമല്ലോ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചോ, ഇവൻ ഇപ്പം ഇവിടെയൊക്കെ
ചില മലയാളികളുടെ പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വന്നിട്ട് ഇവിടെ ഡാനിഷ് മീഡിയത്തിൽ പോയിട്ട് സർവൈവ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അവർ പടപെടാതെ ഡാനിഷ് പഠിക്കുന്ന പിള്ളേർ കമ്മ്യൂണിക്കേഷൻ ഇതാകും നല്ല രീതിയിൽ അവര് ഫുൾ ടൈം അവരോട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവര് ഭാഷ പഠിച്ച് നന്നായിട്ട് സെറ്റിലായ പിള്ളേരുണ്ട്. ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് തന്നെ ഒരു ഫാമിലിയിലെ ഒരു കൊച്ചി ഇതുപോലെ തന്നെ അവനന്ന് വന്ന സമയത്ത് എനിക്ക് വന്ന് അവന് 9ാം ക്ലാസ്സിലാണ് മൊത്തം ഇവിടെ വന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ പെർഫെക്റ്റ് ആയിട്ട് ആള് ഇപ്പം 10-14 വർഷത്തോളം അല്ലേ 10-13 വർഷത്തോളം ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡാനിഷ് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ അല്ല നമുക്ക് നാട്ടിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയം പോയാൽ പറ്റും. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഡാനിഷ് മീഡിയം പഠിച്ചാലും മതി. കാരണം ഫ്യൂച്ചറിലോട്ട് ഡാനിഷ് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ഡാനിഷ് മീഡിയത്തിൽ പോലും ഇംഗ്ലീഷ് ഒരു മണ്ടേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ട് 1ാം ക്ലാസ് മുതൽ. നേരത്തെ അത് 5ാം ക്ലാസ് മുതലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് 1ാം ക്ലാസ് മുതലാക്കി. അപ്പോൾ 1ാം ക്ലാസ് മുതലേ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ എല്ലാവരും ഇംഗ്ലീഷ് പറയും, പിള്ളേരാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കും. ഡാനിഷ് മീഡിയം ആണെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം നമുക്കൊരു സബ്ജക്ട് ഹിന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കണം നിർബന്ധമില്ല, നമുക്ക് പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അവർ പറയും, പഠിച്ചിരിക്കും, പറഞ്ഞിരിക്കും, സംസാരിക്കും നന്നായിട്ട്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ഇവിടുത്തെ ചിൽഡ്രൻ എഡ്യൂക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ചെറിയ പിള്ളേരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉള്ളതെന്നുള്ള പോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കൂടുതലായിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പറ്റുന്ന പോലെ നമ്മൾ അതിന് മറുപടികൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.